വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച വെള്ളാഞ്ചേരി സ്വദേശി രാജുവിന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആ നഷ്ടപരിഹാരം ഒരു ജീവന് പകരമാകുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ കുടുംബത്തിലെ ആശ്രിതർക്ക് അതൊരു വലിയ പ്രതീക്ഷയും മുന്നോട്ടുള്ള ജീവിതത്തിലുള്ള വഴിയും ആകും എന്നുള്ളത് ശരിയാണ്. താൽക്കാലികമായ ഒരു വാച്ചർ ജോലി ആശ്രിതർക്ക് നൽകാനുള്ള ഒരു നടപടി കൂടി എടുക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കാട്ടാനെ തുരത്തുന്നതിനിടെ രാജുവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെയാണ് വെള്ളാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയെ പ്രദേശവാസികൾ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ കാട് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരനായ രാജു ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ രാജുവിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു രാജുവിന്റെ മരണം. കാട്ടാനാക്രമണത്തിൽ തുടർച്ചയായി ജീവൻ നഷ്ടപ്പെടുന്നതിലും MLA സ്ഥലത്തെത്താൻ വൈകിയതിലും പ്രതിഷേധിച്ച് രാജുവിന്റെ ബന്ധുക്കളും നാട്ടുകാരും CPM പ്രവർത്തകരും മാനന്തവാടി മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരത്ത് പ്രതിഷേധം നടത്തി. CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിന്റെയും മുൻ മന്ത്രി OR കേളുവിന്റെയും അടക്കം നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വളരെ പ്രയാസം നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ള മരണം അവിടെ യഥാർത്ഥത്തിൽ ഫെൻസിംഗ് ഉൾപ്പെടെ വർക്ക് ചെയ്യാത്ത നിലയിലേക്ക് മാറി. അപ്പോൾ അതെല്ലാം മോണിറ്റർ ചെയ്യാവുന്ന സംവിധാനം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നതാണ് ഈ അവസരത്തിൽ പ്രധാനമായിട്ടൊരു വിഷയം. സംഭവത്തിൽ BJP പ്രവർത്തകർ DFO ഓഫീസിലേക്ക് മാർച്ചും നടത്തി. 14 ലക്ഷം രൂപ ബന്ധുക്കൾക്ക് നൽകുമെന്നും ആശ്രിതർക്ക് വാച്ചർ ജോലി നൽകാമെന്നും ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 5 ലക്ഷം രൂപ ഇന്ന് നൽകുമെന്ന് MLA ഉഷാ വിജയനും വ്യക്തമാക്കി. നിലവിൽ ഫെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ ഫെൻസിങ് ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണം ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് അത് മനസ്സിലായത്. അത് ചാർജ് ചെയ്യുന്നുള്ള പൊട്ടിപ്പോയതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് ചാർജ് ചെയ്യുന്നുള്ള. രാജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം നാളെ നടക്കും. 2 ആഴ്ച മുമ്പ് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതിക്ക് ജീവൻ നഷ്ടമായിരുന്നു. മേപ്പാടി പഞ്ചായത്തിലെ പുത്തുമല ചൂണ്ടിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ജെസ്സി എന്ന യുവതിയെയാണ് കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. അമൃത ന്യൂസ്, വയനാട്.